ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക അച്ചാറാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണല്ലോ പാവയ്ക്ക. ഇതുകൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 പാവയ്ക്ക ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എപ്പോഴും ഇതുപോലെ കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞെടുക്കുക. വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്താൽ ഇത് ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഉപ്പും വിനാഗിരിയും ആവുന്നത് വരെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു അരമണിക്കൂർ നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ട് ഈ അച്ചാറിന് പാവയ്ക്കയുടെ കയ്പ്പ് രസം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി തന്നെ പിഴിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം എല്ലാം പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും നീര് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഈ പാവയ്ക്ക കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ പാവയ്ക്ക കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എല്ലാം കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പാവയ്ക്ക കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പാനിൽ ബാക്കിയാവുന്ന എണ്ണ ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരു പാനിലേക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയുടെയൊക്കെ ഒന്ന് പച്ചമണം പോയി ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവയുടെ പച്ചമണമൊക്കെ പോയി എല്ലാം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട പുളിയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പുളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ ശർക്കര എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക കഷ്ണങ്ങൾ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാല എല്ലാ പാവയ്ക്ക കഷ്ണങ്ങളിലും ആകുന്നത് വരെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യുക. ഒരു 2-3 മണിക്കൂറിന് ശേഷം ഈ അച്ചാർ നന്നായി ചൂടാറിയിട്ടുണ്ടാവും. അതിനുശേഷം ഉണങ്ങിയ ഭരണികളിലാക്കി സൂക്ഷിക്കുക.
ഒരു 2-3 ദിവസം മുതൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോഴേക്കും അച്ചാറിലൊക്കെ നന്നായി ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പാവക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.